ശ്രീ ആർ വി ബാബു, സെൻകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ദേവേന്ദ്ര ഫട്നാവിസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് ഈ ജിഹാദ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, എത്രത്തോളം അരക്ഷിതമാണ് ഇവിടുത്തെ അവസ്ഥ. സുരക്ഷിതമായ ഇടങ്ങൾ കുറഞ്ഞു വരുന്നു. എങ്ങനെ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കും? എന്താണ് പോംവഴി? നമ്പ്യാർ, ഈ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർ, അത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ മാത്രം പ്രവർത്തിക്കുന്നവരോ മഹാരാഷ്ട്രയിൽ മാത്രം നിലനിൽക്കുന്നതോ ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്നതോ ആയ ഒരു കോക്കസിൻ്റെ ഭാഗമല്ല. അവർ ആഗോള ഇസ്ലാമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന, അപ്പോൾ അതിന് പ്രത്യേക സംഘടനയുണ്ടോ ഗ്രൂപ്പുണ്ടോ അതൊന്നും വേണ്ട. ഇതിനൊന്നും പ്രത്യേക സംഘടനയുടെ ആവശ്യമില്ല. കാരണം ഇസ്ലാം മതത്തിന് ഒരു സംഘടിത സ്വഭാവമുണ്ട്. അതിൻ്റെ ഓരോ വ്യക്തിയും ഇസ്ലാം മതം പ്രചരിപ്പിക്കുക, ഇസ്ലാം മത വിശ്വാസത്തിനനുസൃതമായിട്ട് ജീവിക്കുക, ആ വിശ്വാസത്തിനനുസൃതമായി മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, ഇസ്ലാം പ്രചരിപ്പിക്കുക, ഇസ്ലാമിൻ്റെ രാജ്യം സ്ഥാപിച്ചെടുക്കുക, ഇതൊക്കെ ഓരോ ഇസ്ലാമിൻ്റെ അജണ്ടയാണ്. അപ്പോൾ അതൊരു സംഘടനയുടെ പിന്തുണ പോലും വേണ്ട അതിന്. അപ്പോൾ അങ്ങനെ ഒരു ആഗോള ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്ത്യയിലും ഈ പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനത്തെ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. ഇതൊരു ആഗോള തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മതത്തിൻ്റെ ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് നടന്നത് നമ്മളെയൊക്കെ വളരെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് ടാറ്റ. അപ്പോൾ ആ ടാറ്റയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം TCSൽ തന്നെ ഈ തരത്തിലുള്ളൊരു പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അത് ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രവർത്തനങ്ങൾ എത്ര വ്യാപ്തിയിലും ആഴത്തിലും വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇതിനെ നമുക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് പറഞ്ഞു പരത്തുന്നതാണ്, ഇസ്ലാമിനെ പരമത വിദ്വേഷവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ, അതൊക്കെ അങ്ങനെയല്ല എന്ന് ആവർത്തിച്ച് നമ്മളെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ TCSൽ നടന്ന സംഭവങ്ങൾ എന്താണ്? TCSൽ 9 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 9 കേസുകൾ TCSലെ ആ ഒരു ഗ്രൂമിംഗ് ടീമുണ്ട്. ആ ഗ്രൂമിംഗ് ടീം ആസൂത്രിതമായിട്ട് സ്ത്രീകളെ, പ്രത്യേകിച്ച് ട്രെയിനീസ് ആയിട്ട് വരുന്നവരെ, അവർക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ, അവർക്ക് സാലറി വർധനവ് വേണമെങ്കിൽ, അവർക്ക് കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഓരോ കാര്യത്തിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അതിന് നമാസ് ചെയ്യണം, ബീഫ് കഴിക്കണം. ഇതൊക്കെ നമാസ് ചെയ്തുകൊണ്ട് ബീഫ് കഴിച്ചുകൊണ്ട് തട്ടമിട്ടാൽ, നിങ്ങൾ ഹിജാബ് ധരിച്ചാൽ നിങ്ങൾക്ക് കുറെ കൂടി സുരക്ഷിതത്വം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടികളെ വല്ലാത്ത രീതിയിൽ കെണിയിൽപ്പെടുത്തുന്ന സമീപനം ആണ് ഇവരെല്ലാവരും ചേർന്നെടുത്ത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നിദാം ഖാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവര് ഒളിവിലാണെന്ന് പറയുന്നു. അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ട് വാർത്തയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടീം TCS പോലുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് TCSന്റെ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരനെ തന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്. നടരാജൻ ചന്ദ്രശേഖരൻ ഒരു നിസ്സാരക്കാരനായിട്ടുള്ള ആളല്ല. 10,000-കണക്കിന് ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ് അദ്ദേഹം തന്നെ. ഇതിൽ വളരെ ഞെട്ടൽ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എത്ര കണ്ട് വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ആരൊക്കെ ഇതില്ലെന്ന് പറഞ്ഞാലും അതുണ്ട് എന്ന് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് UPയിൽ ചങ്കൂർ ബാബ, ജമാലുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ചങ്കൂർ ബാബ എന്നറിയപ്പെടുന്നു. 100 കോടി രൂപയാണ് 40 അക്കൗണ്ടുകളിലേക്ക് 100 കോടി രൂപയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി എത്തിയത് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയത്. അദ്ദേഹം ജയിലിലാണ് ഇപ്പോൾ. ചങ്കൂർ ബാബ നിരവധി ആളുകളെ ഇത്തരത്തിൽ മതം മാറ്റിയതായിട്ടുള്ള വാർത്തകൾ വന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ്. ഈ ചങ്കൂർ ബാബയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 40 തവണയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവരുടെ ടീം സന്ദർശനം നടത്തിയിട്ടുള്ളത്, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്. അങ്ങനെ വിദേശത്ത് നിന്നുള്ള പല അക്കൗണ്ടുകൾ വഴി
ഈ ചാങ്കൂർ ബാബയുടെ അക്കൗണ്ടിലേക്ക് 100 കോടി രൂപ പല ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് വന്നു എന്നാണ് അന്ന് വാർത്ത വന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന തരത്തിലുള്ള മതത്തിന്റെ പ്രവർത്തനം. അത് പലതരത്തിലുള്ള ജിഹാദ്, ലവ് ജിഹാദ് ആവാം, ലാൻഡ് ജിഹാദ് ആവാം, ഈ പറയുന്ന തരത്തിൽ നെക്കോട്ടിക് ജിഹാദ് ആകാം. ജിഹാദിന്റെ പല രൂപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ ഇതിന് അംഗീകരിക്കാൻ പോകുന്നില്ല. എനിക്ക് ഒരു അത്ഭുതമില്ല, കേരളത്തിൽ ജനം TV ഒഴിച്ച് ഏതെങ്കിലും TV ഈ വിഷയം വാർത്തയാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അനിൽ നമ്പ്യാറിന് അങ്ങനെ ഏതെങ്കിലും വാർത്ത വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തിരുത്താം, കുഴപ്പമില്ല. ഏതെങ്കിലും TV ഈ വിഷയം ചർച്ചയാക്കിയോ? ഇല്ല. എന്നാൽ കുംഭമേളയിലെ ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം കേരളം മുഴുവൻ ആഘോഷിച്ചു. കേരളം മുഴുവൻ അത് കേരള സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചു. എന്നാൽ എന്താണ് ഒരു 6 or 7 പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരെ ബലം പ്രയോഗിച്ച് ബീഫ് തിരിച്ച് അങ്ങനെ ഒരു സംഭവമൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ച കേരള സ്റ്റോറി വന്നപ്പോൾ ബലമായി എവിടെയാണ് ബീഫ് തിരിക്കുന്നത്, എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അവർക്ക് ആർക്കിപ്പോ മിണ്ടാട്ടമില്ല. കേരളത്തിൽ ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ വലിയ കാപടികന്മാര്, കള്ളന്മാര്, ആത്മവഞ്ചന ചെയ്യുന്ന ആൾക്കാർ അവരാരെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരാണ്. അനിൽ നമ്പ്യാർ, യാതൊരു സംശയവും വേണ്ട. ആത്മവഞ്ചനയോടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവര് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്. നാണമില്ലാത്തവർ, നാണം കെട്ടവർ എന്ന് പറയാവുന്നവര് അവര് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരാണ്. അവര് വളരെ ആസൂത്രിതമായി ഇത്തരം വാർത്തകളൊക്കെ ഒളിച്ചു വെക്കും, തമസ്കരിക്കും. അവർക്ക് എന്താ ഇപ്പോ വൈറൽ താരത്തിന്റെ വിഷയത്തെക്കുറിച്ച് ആകെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനം TVയും പിന്നെ ഒരു മുഖ്യധാര മാധ്യമമാണ് ചർച്ച ചെയ്തത്. ഒരു മുഖ്യധാര മാധ്യമം ചർച്ച ചെയ്തു. ബാക്കിയുള്ള മാധ്യമങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഞാൻ ഇന്നലെ കണ്ടു ഒരു മാധ്യമം, അവര് പറയുകയാണ് ഈ പട്ടികജാതി വർഗ കമ്മീഷൻ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. എന്താ ഗൂഢാലോചന? ഈ പെൺകുട്ടി പ്രായപൂർത്തിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വ്യാജമായി നിർമ്മിച്ചെടുത്ത സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ഒരു മാധ്യമത്തിന്റെ പ്രമുഖമായ മാധ്യമ പ്രവർത്തകൻ അങ്ങ് പറയുകയാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ? എന്നാൽ ഈ പറയുന്ന വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി വ്യാജമായി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വ്യാജ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് രേഖകൾ ഹാജരാക്കിയ മധ്യപ്രദേശ് സർക്കാരിൽ നിന്നും സംഘടിപ്പിച്ചതിനെതിരെ അവിടെ കേസാണ്. ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിനെതിരെ മധ്യപ്രദേശ് സർക്കാർ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്, വ്യാജ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട്. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നു ഇവർക്ക് 18 വയസ്സായിട്ടില്ല എന്ന്. അച്ഛനും അമ്മയും പറയുന്നു. അതൊന്നുമല്ല വിഷയം. വിവാഹം കഴിക്കുന്ന ആൾ മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിം സംരക്ഷിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തും. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം കേരളത്തിൽ നടക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലായതുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേരളത്തിലാണെങ്കിൽ ഈ പറയുന്ന 6 പേരും ഈ മുസ്ലിം നാമധാരികളെ അവർക്ക് ഒരുപക്ഷെ കേരളത്തിലെ രവിവർമ്മ പുരസ്കാരം കൊടുക്കുന്നത് ഈ മേഖലയിൽ അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവാർഡ് സംഘടിപ്പിച്ചിട്ട് ഈ ആളുകളെ ആദരിക്കുമായിരുന്നു. നമ്മുടെ ശിവൻകുട്ടി അതിന്റെ മുൻപിൽ എത്തുമായിരുന്നു. ഗോവിന്ദൻ അത് അവരെ സ്വീകരിക്കാൻ വേദിയിൽ ഉണ്ടാകുമായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് മഹാരാഷ്ട്രയിലായി പോയി. അതുകൊണ്ട് ഇവരിപ്പോ ജയിലിൽ കിടക്കുകയാണ്. കേരളത്തിലായിരുന്നെങ്കിൽ ഇവരെയൊക്കെ ആദരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുമായിരുന്നു. ഇതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും കാപടികന്മാരായിട്ടുള്ള മാധ്യമങ്ങളാണ് ഇതിലെ ഒന്നാമത്തെ പ്രതികൾ, യാതൊരു സംശയമില്ല. കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനും അല്ലെങ്കിൽ അതിനോടുള്ള നിശബ്ദത പുലർത്തുന്നതിനും ഒക്കെ ഒന്നാം പ്രതി ആയിട്ടുള്ളവര് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളാണ്. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ല. മുഴുവൻ ഭാരതത്തിലും ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മുഴുവൻ ഭാരതവും വളരെ ശ്രദ്ധയോടെ, വളരെ ജാഗ്രതയോടെ ഇത്തരം ആളുകളെ സൂക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇപ്പോ ഇസ്ലാമോ ഫോബിയോ ഒന്നുമല്ല, ഇസ്ലാമിക് ഫിയർ ആണ്. ഇസ്ലാമിനെ പേടിയാണ് ആൾക്കാർക്ക്. അതിന്റെ കാരണം ഇവര് ജോലിക്ക് വന്നാൽ, ഇവര് ഈ തരത്തിലെ മേഖലകളിലേക്ക് വന്നാൽ എന്റെ കുട്ടി എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു ഇസ്ലാമിക് ഫിയർ സൃഷ്ടിച്ചെടുക്കുന്നത് ഇവര് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കരുതലോടെ ഇരിക്കാൻ പൊതുസമൂഹം തയ്യാറാവണം. ഇത്തരം ആളുകളെ ജോലിക്കെടുക്കുമ്പോൾ, ഇത്തരം ആളുകളെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിയമിക്കുമ്പോൾ, ഇത്തരം ആളുകളെ നിങ്ങൾ എൻഗേജ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ജാഗ്രത പുലർത്തണം എന്നൊരു സന്ദേശമാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്നത് എന്ന് പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല.